മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തി. മത്സ്യബന്ധന വള്ളം പൂർണ്ണമായും തകർന്നു. രണ്ടുപേരെ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഇവരുമായി ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളികളെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. മറ്റു വിശദാംശങ്ങൾ കൂടി. ഇന്ന് രാവിലെ മുതൽ 3 വള്ളമാണ് മുതലപ്പുഴയിൽ മറിഞ്ഞത്. 15ഓളം മത്സ്യത്തൊഴിലാളികൾ അപകടപ്പെട്ടു. ശക്തമായ തിരയിൽപ്പെട്ട വള്ളം പുലിമുട്ടിനടിയിലേക്ക് അടിച്ചു കയറുകയും വള്ളം രണ്ടായി പിളർന്നു പോവുകയാണ് ചെയ്തത്. അപകടത്തിൽ പരിക്ക് പറ്റിയ 5ഓളം പേരെ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവർ ചികിത്സയിലാണ്. കഴിഞ്ഞ 4 മാസത്തിനിടെ 25ഓളം മരണവും മുതലപ്പുഴയിൽ സംഭവിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത പ്രദേശമായ വയനാട് മത്സ്യത്തൊഴിലാളികൾ മരിച്ചിട്ടുണ്ട്. 6 പേര് അപകടത്തിലും പെട്ടിട്ടുണ്ട്. ഇന്നലെ 2 ദിവസങ്ങൾക്ക് മുമ്പ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം ഇന്നലെയാണ് പുതുക്കുറിച്ചി തീരത്തു നിന്നും കണ്ടെത്തിയത്. ഇന്നും കാണാതായ മത്സ്യത്തൊഴിലാളികളെ ഇത്തരത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളാണ് അപകടത്തിൽപ്പെടുന്നത്. തമിഴ്നാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് മുതലപ്പുഴയിലേക്ക് മീൻ പിടിക്കാൻ ആളുകൾ എത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഈ തമിഴ്നാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നും കൂടുതൽ ആൾക്കാർ മീൻ പിടിക്കാൻ എത്തുന്നതിനെ തടസ്സമായിട്ടോ അല്ലെങ്കിൽ സർക്കാർ ഇതിൽ ഇടപെടുന്നതുമില്ല. മുതലപ്പുഴയിലേക്ക് ഇത്തരത്തിൽ ആളുകൾ എത്തുന്നതിന് ഒരു നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടില്ല. തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങളിൽ ഉണ്ടാകുമ്പോഴും നിലവിലിപ്പോൾ സർക്കാർ ഈ വിഷയമായിട്ട് യാതൊരു വിധത്തിലുള്ള നടപടികളും സ്വീകരിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുതലപ്പുഴ അടച്ചിടുക എന്ന് മാത്രമാണ് സർക്കാരിന്റെ മുന്നിലുള്ള മാർഗം. പക്ഷേ അതിന് മത്സ്യത്തൊഴിലാളികൾ എതിർപ്പ് നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ മുൻ വർഷത്തേക്കാളും കൂടുതൽ ആളുകൾ ഈ മുതലപ്പുഴയിലേക്ക് വഴി മത്സ്യബന്ധനത്തിന് വരുന്നുണ്ട്. കാരണം കഴിഞ്ഞ തവണത്തെ പഠനത്തിൽ യൂണിവേഴ്സിറ്റിയുടെ മറൈൻ പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള മേഖല വർക്കല മുതൽ പുതുക്കുറിച്ചി വരെയുള്ള ആഴക്കടലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ തന്നെയാണ് കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ മുതലപ്പുഴയെ ആശ്രയിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 4 ദിവസത്തിനുള്ളിൽ 2 മരണമാണ് മുതലപ്പുഴയിൽ സംഭവിച്ചത്. KP ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്.